പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് വരാൻ അവർ കൂട്ടുപിടിച്ചത് സരിതയെയായിരുന്നു. ഒന്നാമത് ഗവൺമെൻറ് വന്നു. രണ്ടാമത് ഗവൺമെൻറ് വരുവാൻ അവർക്ക് അനുഗ്രഹമായത് കോവിഡ് രോഗമായിരുന്നു. പതിവ് പോലെ എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കമോ വരൾച്ചയോ സ്ത്രീ വിഷയം സംബന്ധമായ കേസുകളോ ഒക്കെ ആയിട്ടാണ് അത് വെച്ചാണ് ഇടതുപക്ഷം സാധാരണ തെരഞ്ഞെടുപ്പുകളെ നേരിടാറുള്ളത്. ഇത്തവണ നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നുണ്ടായില്ല. ആകെയുള്ളത് മുണ്ടക്കയിൽ 2 വർഷം മുമ്പ് നടന്ന ഒരു പ്രളയവും വീട് നഷ്ടപ്പെടലുമാണ്. അതിന് 750 മുതൽ 1200 കോടി വരെ രൂപ കയ്യിലുണ്ടായിട്ടും ഇന്നോളം ഒരു വീടിൻ്റെയും പണി തീർക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവിടെ ആരെങ്കിലും വീടെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ എല്ലാ തടസ്സങ്ങളും വലിച്ചിടുകയും ചെയ്യുകയായിരുന്നു അവർ. ഇപ്പോൾ മൂന്നാമത് ഭരണം ലഭിക്കുവാൻ നോക്കിയിട്ട് ഒരു പ്രചരണ ആയുധം കിട്ടുവാൻ വളരെ പ്രയാസമായപ്പോൾ ഒരു റിനി ആൻ ജോർജിനെ ഇറക്കി സരിതയാക്കാൻ നോക്കിയെങ്കിലും അത് പാടെ പരാജയപ്പെട്ടു പോയി. അതു കഴിഞ്ഞ ശേഷം ഈ ഇടതുപക്ഷ CPM നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കി വച്ചത് പരമാവധി തള്ളുക, വീണ്ടും തള്ളുക, നുണ തന്നെ പറയുക, അത് പലവട്ടം ആവർത്തിക്കുക എന്നതു മാത്രമാണ്. നീണ്ട 10 വർഷം ഭരണത്തിലിരുന്നിട്ടും സാധിക്കാതെ പോയ പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ആയ ഉടനെ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് കോടികളുടെ പദ്ധതി അതിലുണ്ട്. ഇതാണ് ഇത്തരം പ്രതീക്ഷ കൊടുത്ത് ഇനിയൊരു ഭരണം ലഭിക്കുമോ എന്ന് നോക്കുകയല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ അതാണ്. ഇതിനെ മറികടക്കുവാൻ ഈ നുണത്തള്ളുകൊണ്ട് സാധിക്കുമോ എന്ന് അറിയുവാൻ ഇനി വല്ലാതെ കാത്തിരിക്കേണ്ടി വരികയില്ല എന്നാണ് മനസ്സിലാവുന്നത്.